നമ്മൾ ഇൻകം ടാക്സിൽ ഗൂഗിളിൽ ഇൻകം ടാക്സ് ഇന്ത്യ ഇ ഫയലിംഗ് എന്നൊരു വെബ്സൈറ്റിലാണ് നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ ലോഗിൻ ID പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എങ്ങനെയാണ് ഇൻകം ടാക്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ലോഗിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ആ വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ അപ്ഡേഷൻസ് കൊടുക്കാം. ഇതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോൺ റെസിഡൻ്റ് ആണ് എന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം ഈ ഫയലിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് അസസ്മെൻറ്റ് ഇയർ 21-22, ദെൻ കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾ ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റെസ്യൂം ഫയലിംഗ് എന്ന് കാണാനായിട്ട് കഴിയും. നമ്മൾ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് കൊടുക്കുക. ഇൻഡിവിജ്വൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. സെലക്ട് ITR ഫോം, ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ITR 2 എന്നുള്ള ഫോമാണ്. NRI ആണെന്നുണ്ടെങ്കിൽ ITR 2 ഫോമാണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. പ്രൊസീഡ് വിത്ത് ITR 2. ദെൻ അതിനുശേഷം ലെറ്റ് us ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. നിങ്ങൾ റിട്ടേൺ ഫയൽ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കാനായിട്ടാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഇൻകം 2.5 ലക്ഷം രൂപയിലും താഴെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതേഴ്സ് കൊടുക്കുക. നിങ്ങളുടെ ഇൻകം കൂടുതലാണ്, 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രം ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് കൊടുക്കുക. ഷെയർ ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇൻകം 2.5 ലക്ഷം രൂപയിൽ കൂടുതലാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2.5 ലക്ഷത്തിൽ താഴെ ആയതുകൊണ്ട് അതേഴ്സ് കൊടുക്കുന്നു, ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ഈ ടാബാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകരുത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടാബ്സ് ആണ് അപ്ലിക്കബിൾ ആവുന്നത് എന്ന് സെലക്ട് ചെയ്യുക. ഇതിൽ ജനറൽ എന്നുള്ളൊരു ടാബിൽ 2 ടാബുകളാണ് വരുന്നത്. അതിലൊരെണ്ണം നമ്മൾ കമ്പൽസറിലി സെലക്ട് ചെയ്യണം. ദെൻ ഇൻകം എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുക. ഷെഡ്യൂൾ സാലറി, നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും സാലറി ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് സാലറി ക്ലിക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഹൗസ് പ്രോപ്പർട്ടി, ഇതിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും വാടക വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാം. ദെൻ ഷെഡ്യൂൾ ക്യാപിറ്റൽ ഗെയിൻ, നിങ്ങൾക്ക് ഈ വർഷം എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ്സ് നിങ്ങൾ ഇന്ത്യയിൽ എന്തെങ്കിലും ലാൻഡ് വിറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രം ഇത് സെലക്ട് ചെയ്യുക. CG സെലക്ട് ചെയ്യുക. 1112A എന്ന് പറയുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. നിങ്ങൾ ഷെയർ ട്രേഡിംഗ് നടത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ത് തന്നെയായാലും നിങ്ങൾ അതർ സോഴ്സ് എന്നുള്ളൊരു ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യണം. കാരണം ആ ടിക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രവാസി ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, KSFEയുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മറ്റ് നിങ്ങൾ NRO ഡെപ്പോസിറ്റിലെ ഇൻട്രസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നത് അതർ സോഴ്സ് എന്നുള്ളൊരു മെനുവിലാണ്. അപ്പോൾ അത് കമ്പൽസറിലി അത് ടിക്ക് ചെയ്യണം. എക്സംപ്റ്റ് ഇൻകം, പാസ് ത്രൂ, ഷെഡ്യൂൾ ഓഫ് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം, ദെൻ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ടിക്ക് ചെയ്യുക. നമ്മളുടെ ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇതിന് റെൻ്റൽ ഇൻകം വരുന്നുണ്ട്. ദെൻ സാലറി ഞാൻ അൺടിക്ക് ചെയ്യുന്നു. ഡിഡക്ഷൻസ്, നിങ്ങൾ എന്തെങ്കിലും ആ വർഷം ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് 80G ടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും ക്ലെയിമുകൾ ഉണ്ടെങ്കിൽ 80D ക്ലിക്ക് ചെയ്യുക. ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നാട്ടിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, ഹൗസിംഗ് ലോണിൻ്റെ റീപേയ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ചാപ്റ്റർ 6A ടിക്ക് ചെയ്യുക. ടാക്സ് എന്നുള്ള ഷെഡ്യൂളിലാണ്. അതിൽ ഓട്ടോമാറ്റിക്കലി അതിൽ ഓൾമോസ്റ്റ് എല്ലാതും നമുക്ക് അപ്ലിക്കബിൾ ആണ്. കാരണം TDSുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂളുകളാണ്, അത് അപ്ലിക്കബിൾ ആണ്. ദെൻ അതേഴ്സ് എന്നുള്ളതിൽ അതും ബൈ ഡിഫോൾട്ട് എല്ലാം അപ്ലിക്കബിൾ ആയിട്ടാണ് വരുന്നത്. ഇതിന് ശേഷം മാത്രം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക.
ഇതിൽ നമ്മൾ എത്ര ഷെഡ്യൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിവിടെ കാണിക്കും. ദെൻ ഷെഡ്യൂൾ 16 ഷെഡ്യൂൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 115 BAC ഒപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ കേസിൽ അതായത് പുതിയ ടാക്സ് റെജീമാണ്, നമുക്കത് അപ്ലിക്കബിൾ ആയിട്ട് എടുക്കുന്നില്ല. ദെൻ നോ കൊടുക്കുന്നു. ഇതിൽ നമുക്കിവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത് കൊണ്ട് സ്കിപ്പ് ദീസ് ക്വസ്റ്റ്യൻസ് എന്ന് കൊടുക്കുന്നു. ഇതിനിപ്പോൾ നമ്മളുടെ ഷെഡ്യൂളുകളിലെത്തി. ദെൻ ജനറൽ ഇൻഫർമേഷൻ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ജനറൽ ഇൻഫർമേഷൻ എന്നുള്ളതിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ കറക്ഷൻസ് വരുത്താം. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാടക വരുമാനം നാട്ടിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഷെഡ്യൂൾ ഓഫ് ഇൻകം അതർ സോഴ്സ്, ഇവിടെയാണ് നമ്മൾ KSFEയുടെ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ഇൻകം ഗ്രോസ് ഇൻകം ചാർജബിൾ അണ്ടർ ദ നോർമൽ അപ്ലിക്കബിൾ റേറ്റ്സ് എന്നുള്ളതിലാണ് കൊടുക്കേണ്ടത്. അതിൽ നമുക്ക് ഇവിടെ ആഡ് ഡീറ്റെയിൽസ്, അതിൽ ഇൻട്രസ്റ്റ് ഇൻകം, നിങ്ങൾക്ക് KSFEയിൽ നിന്ന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ NRI അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പ്രവാസി ഡിവിഡൻറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻറ്റ് കിട്ടിയപ്പോൾ TDS പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രോസ് എന്നുള്ള അതർ ഇൻകം, നേച്ചർ ഓഫ് ഇൻകം അതർ ഇൻകം എന്നുള്ളതിൽ നമ്മൾ അതേഴ്സിൽ ആണ് കൊടുക്കേണ്ടത്. മുകളിലുള്ളതൊന്നും നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നില്ല. സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ബാങ്ക്, പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് NRO ഡെപ്പോസിറ്റ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അവിടെ കൊടുക്കാം. ഇത് KSFE ചിട്ടി അല്ലെങ്കിൽ പ്രവാസി ഡിവിഡൻറ്റ് സ്കീമാണെങ്കിൽ നിങ്ങൾ അതേഴ്സ് എന്നുള്ളതിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. നിങ്ങളുടെ വരുമാനം അവിടെ എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് 5000 rupees ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 5000 എൻ്റർ ചെയ്ത് ആഡ് ചെയ്യാം. കൺഫേം കൊടുക്കുക. ബാക്കി ഷെഡ്യൂളുകൾ നിങ്ങൾ ആപ്ലിക്കബിൾ ആയ ഷെഡ്യൂളുകളെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക. ദെൻ ടാക്സ് പെയ്ഡ് എന്നുള്ള അതിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രം സാലറി, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രം അതർ ഇൻകം എന്നുള്ളതിൽ നമ്മുടെ കേസിൽ ഇവിടെ TDS പിടിച്ചിട്ടുണ്ട്. അപ്പോൾ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ 868 rupees ആണ് TDS പിടിച്ചേക്കുന്നത്. അതിന് 2782 രൂപയ്ക്കാണ് നമുക്കവിടെ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാം. ഇവിടെ ടിക്ക് ബോക്സ് കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സെൽഫ് എന്നാണ് കൊടുക്കേണ്ടത്. നമ്മളത് കറക്റ്റ് ആണ്. അതിൽ ഹെഡ് ഓഫ് ഇൻകം എന്നുള്ളതിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നാണ് കൊടുക്കേണ്ടത്. സേവ് കൊടുക്കുക. അതിനുശേഷം കൺഫേം കൊടുത്ത് ഇതുപോലെ കൺഫേംഡ് എന്നുള്ളൊരു ഗ്രീൻ കളർ ബട്ടൺ എല്ലായിടത്തും വന്നാൽ മാത്രമാണ് നിങ്ങൾക്കിത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാ ഷെഡ്യൂളുകളും, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിലധികം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഷെഡ്യൂളുകളും കൺഫേംഡ് എന്നുള്ളൊരു ഓപ്ഷൻ, ആ ഗ്രീൻ ടിക്ക് വരാനായിട്ട് നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളത് ഈ 2 ഷെഡ്യൂളുകളാണ്. ഇൻകം ഫ്രം അതർ സോഴ്സസും പിന്നെ ടാക്സ് പെയ്ഡ് എന്നുള്ളൊരു ഷെഡ്യൂളുകളാണ്. ദെൻ അതിന് ശേഷം നിങ്ങൾക്കിതിൽ ഇവിടെ പ്രിവ്യൂ, റൈറ്റ് സൈഡിൽ താഴെ പ്രിവ്യൂ എന്നുള്ളൊരു ബട്ടൺ കാണാനായിട്ട് കഴിയും. പ്രിവ്യൂ റിട്ടേൺ ബട്ടൺ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ വിവരങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിയർലി ഒരു 40-45 പേജോളം ഉണ്ടായിരിക്കും നിങ്ങളുടെ പ്രിവ്യൂ വരുന്ന ഇൻകം ടാക്സ് റിട്ടേൺ. നിങ്ങളത് മുഴുവനായി ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം അത് ഓക്കെ ആണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് പ്രീ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീ വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐഡിയിലേക്കും നിങ്ങൾക്ക് ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ആ കോഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടേൺ സക്സസ്ഫുള്ളി വെരിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ
മൈ ബാങ്ക് അക്കൗണ്ട്. ഇവിടെ നമുക്ക് ആഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ NRO അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസുകളാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ, കൺഫേം ബാങ്ക് അക്കൗണ്ട് നമ്പർ, ദെൻ അക്കൗണ്ട് ടൈപ്പ് എന്നുള്ളതിൽ NRO എന്നാണ് കൊടുക്കേണ്ടത്, പ്രൈമറി. IFSC കോഡ് കൊടുക്കുക. ബാങ്ക് നെയിമും ബാങ്ക് ബ്രാഞ്ചും ഓട്ടോമാറ്റിക്കലി വരും. ദെൻ വാലിഡേറ്റ് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക്കലി എങ്ങനെയാണ് ITR 2 എന്ന് ഫയൽ ചെയ്യുക എന്നതാണ് നമ്മൾ പറഞ്ഞത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. കൂടുതൽ അറിയാനായിട്ട് ഇതിൽ ഓരോ ഓപ്ഷൻസും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നറിയാനായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ITR 1ൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് ITR 2 അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ്. സെയിം ഓപ്ഷൻസുകൾ തന്നെയാണ് വരുന്നത്. ഈ വീഡിയോയ്ക്ക് ശേഷം ITR 1ൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാവും. ഓരോ ഓപ്ഷൻസും, ഓരോ മൈന്യൂട്ട് ഓപ്ഷൻസും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക.